ഹലോ, നമുക്ക് നല്ല മത്തിക്കറിയും കപ്പയും ഉണ്ടാക്കിയാലോ? വായോ. ആദ്യമേ ചട്ടി ചൂടാക്കാൻ വേണ്ടി വെച്ചു. അതിനുശേഷം എണ്ണ ഒഴിച്ചു. എണ്ണയിലേക്ക് കുറച്ച് കടുകും കുറച്ച് ഉലുവയും കൂടെ ചേർത്തു. അതിനുശേഷം 2 വറ്റൽമുളകും പിന്നെ ഇച്ചിരി കറിവേപ്പിലയും കൂടെ ചേർത്തു. അത് കഴിഞ്ഞ് ഉള്ളിയും വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ചേർത്തു. അത് നന്നായിട്ടൊന്ന് വഴണ്ട് വരണം കേട്ടോ. ഈ നന്നായിട്ട് വഴണ്ട് വന്നതിന് ശേഷം ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ മുളക് പൊടിയും കൂടെ ചേർത്തു. മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാം കേട്ടോ. അതിനുശേഷം തക്കാളിപ്പഴവും മാറ്റി വെച്ചിരുന്ന പുളിവെള്ളം കൂടെ ഞാൻ അതിനകത്ത് ഒഴിച്ചു. പിന്നെ 2 മുളകും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി ഞാൻ അടച്ചു വെച്ചു. പിന്നെ 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം അത് പതിയെ തുറന്നു കേട്ടോ. അപ്പം നല്ല മണം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ മത്തിക്കുട്ടനെയൊക്കെ ഞാൻ അതിനകത്തോട്ട് ഇട്ടു കേട്ടോ. എന്നിട്ട് ഞാൻ ചീനി അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ നമ്മുടെ മീൻകറി ഒന്ന് നോക്കി. എല്ലാം സെറ്റായിട്ടുണ്ട്. അതിന് മുകളിലേക്ക് ഞാൻ കുറച്ച് എണ്ണയും തൂകി 2 കറിവേപ്പിലയും ഇട്ട് 10 മിനിറ്റോളം അതൊന്ന് വേവിച്ച് മാറ്റി വെച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കപ്പയും കൂടെ ഞാൻ റെഡിയാക്കിയാണ്. നമ്മുടെ കപ്പയും നമ്മുടെ നല്ല മത്തിക്കറി റെഡി ആയിട്ടുണ്ട്.